ഹേ ഗായ്സ്, നമ്മളിന്നൊരു കഥ പറയാൻ പോവാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് കഥ പറയുന്ന പിതാവ്. ഒരു പിതാവ് എല്ലാ ദിവസവും മകന് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിനിടയിൽ ഒരിക്കൽ പിതാവ് പറഞ്ഞു, മകനെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ എല്ലായിടത്തുമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്. ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ എല്ലാം അറിയാം. ഒരിക്കൽ ആ പിതാവിൻ്റെ വയലിൽ വെള്ളം കയറി കൃഷിയെല്ലാം നശിച്ചു പോയി. അതിനാൽ ആ വർഷം വലിയ ദാരിദ്ര്യമുണ്ടായി. അതുകൊണ്ട് അയൽക്കാരൻ്റെ കൃഷി മോഷ്ടിക്കുവാൻ പ്ലാൻ ചെയ്തു. മകനെയും കൂട്ടി കൃഷിയിടത്തിലേക്ക് പോയി. മകനോട് പറഞ്ഞു, നീ ആ മരക്കൊമ്പിൽ ഇരിക്കണം. ആരെങ്കിലും വരുന്നതായി കണ്ടാൽ എന്നെ അറിയിക്കണം. അങ്ങനെ മകനെ വൃക്ഷക്കൊമ്പിൽ ഇരുത്തിയിട്ട് പിതാവ് അയൽക്കാരൻ്റെ കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ മകൻ വിളിച്ചു പറഞ്ഞു, അപ്പാ. പിതാവ് ചോദിച്ചു, എന്താണ് മകനെ? ആരെങ്കിലും വരുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ടപ്പാ. പിതാവ് പുറത്തിറങ്ങി അവിടെയെല്ലാം നോക്കി. ആരെയും കണ്ടില്ല. പിതാവ് ചോദിച്ചു, മകനെ, ആരാണ് വരുന്നത്? അപ്പോൾ മകൻ പറഞ്ഞു, ദൈവം. പിതാവ് ചോദിച്ചു, ദൈവമോ? മകൻ പറഞ്ഞു, അതെ, ദൈവം എല്ലായിടത്തും ഉണ്ടെന്നും ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നുമല്ലേ അപ്പ പഠിപ്പിച്ചത്? അപ്പോൾ അപ്പൻ അയൽക്കാരൻ്റെ കൃഷി മോഷ്ടിക്കുന്ന ദൈവം കാണുന്നില്ലേ? പിതാവ് ലജ്ജിതനായി മോഷണം നിർത്തി മകനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. സിദ്ധാന്തങ്ങൾ പറയുവാൻ നമുക്ക് വിഷമമില്ല. എന്നാൽ നാം പറയുന്ന തത്വങ്ങൾ നാം തന്നെ പ്രവൃത്തികളിൽ നിഷേധിക്കുന്നു എന്നത് ആശ്ചര്യമല്ലേ? ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്നു നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.